നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അമേരിക്ക ഇസ്രായേലും കൂടെ ചേർന്ന് ലോക നെറുകേടിൻ്റെ ഒരു കോമ്പിനേഷൻ, ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ഉണ്ടാക്കി വർഷങ്ങളായി അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തി ഒടുവിൽ ഇറാൻ്റെ പരമോന്നതകാരിയായ ആയത്തുള്ള അൽ ഖമനേയിയെ വധിച്ചു എന്ന് പറഞ്ഞ് സായുജ്യം അടയുന്നവർ കൃത്യമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറാൻ തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ തുടക്കം മാത്രമാണ് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്ററുടെ മരണം. അതായത് ഇറാൻ കുറേ നാളുകളായി തിരിച്ചടിക്കണം എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഖമനേയിയുടെ പ്രായം 87. അദ്ദേഹം 1989 അദ്ദേഹം രാജ്യത്തിൻ്റെ പരമോന്നതകാരിയായി സ്ഥാനമേറ്റതാണ്. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം ഒരു സാമ്രാജ്യത്വ ശക്തിയെയും ഭയപ്പെട്ടിരുന്നില്ല. വളരെ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പല സംഘികളും വളരെയധികം ആഘോഷഭരിതമായി പറയുന്നൊരു കാര്യമുണ്ട്. താൻ വിതച്ചത് താൻ തന്നെ കൊയ്യും, ഖമനേയി വിതച്ചത് നാശമാണ്, ഖമനേയിക്ക് സംഭവിച്ചത് നാശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വസ്തുതാപരമായി മനസ്സിലാക്കുക, ഒരു രാജ്യം, അതും ഇറാനെ പോലൊരു രാജ്യം ശക്തമായി തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ, ഗൾഫ് യുദ്ധം വലിയ രീതിയിൽ പ്രകമ്പനം കൊണ്ടാൽ പല അറബ് നാടുകളിലും പണിയെടുക്കുന്നവരുടെ കാര്യം കഷ്ടത്തിലാവും. പല കുടുംബങ്ങളും പട്ടിണിയാവും. അതൊക്കെ ഇറാന് വേണമെങ്കിൽ നിഷ്പ്രയാസം സാധിക്കുന്നതേ ഉള്ളൂ. മറ്റുള്ളവൻ ഞങ്ങളുടെ കഷ്ടപ്പാട് കണ്ട് അങ്ങനെ സുഖിക്കണ്ട എന്ന് ഇറാൻ അങ്ങ് തീരുമാനിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പലവൻ്റെയും കൃമികടി എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതായി ഉണ്ട്. കാരണം ഖമനേയിയുടെ മരണം ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ചലനം എന്ന് പറയുന്നത് ചെറുതല്ലാത്തതാണ്. ഡൊണാൾഡ് ട്രംപ് വളരെ വാചാലനായി പറഞ്ഞിരിക്കുന്നു, ഒരു ദയയുമില്ലാത്ത ഒരു മനുഷ്യനെ ഞങ്ങളെല്ലാം ഉന്മൂലനം ചെയ്ത് ലോക സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ എന്തോ വലിയ സംഭാവന സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. തേങ്ങയാണ്. ട്രംപ് മനസ്സിലാക്കേണ്ടത് ഖമനേയിയുടെ അന്ത്യം കൊണ്ടോ അല്ലെങ്കിൽ ഖമനേയിയെ വധിച്ചത് കൊണ്ടോ ഇറാനെ അങ്ങ് തീർത്ത് കളയാമെന്ന് വിചാരിക്കേണ്ട. ചതിയന്മാരായ കഴുകന്മാരായ ഇസ്രയേലുകാർക്ക് പണി വരുന്നുണ്ട്. മുട്ടം പണി പിറകെ തന്നെ വരുന്നുണ്ട്. അതായത് ഫലസ്തീൻ ജനതയോട് കാണിക്കുന്ന കാട്ടുക്രൂരതയ്ക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഫലസ്തീൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പോർമുഖത്ത് തന്നെ കാണും എന്ന് പറഞ്ഞ പരമോന്നതകാരിയാണ് ആയത്തുള്ള അൽ ഖമനേയി. എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോര പുരണ്ട കൈയുമായി ചെകുത്താൻ ചിരിച്ചിരിക്കുന്ന വൃത്തികെട്ടവനാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന യുദ്ധവെറിയൻ. നെതന്യാഹുവിൻ്റെ ഈ കുരുട്ട് ബുദ്ധിയിൽ താൽക്കാലികമായി ജയിച്ചു എന്ന് കരുതി സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ പണി പുറകെ തന്നെ വരുന്നുണ്ട്. ഇറാന്റെ സൈന്യം എല്ലാം അടക്കിപ്പിടിച്ച് രോദനത്താൽ കഴിയുമെന്ന് വിചാരിക്കേണ്ട. 40 ദിവസത്തെ ദുഃഖാചരണം എന്നത് റിട്ടാലിയേഷനുള്ള, തിരിച്ചടിക്കുള്ള ഒരു സമയം മാത്രമാണ്. അവരുടെ റിപ്രക്കഷൻസിൻ്റെ മുമ്പിൽ നിങ്ങൾ തോറ്റിരിക്കും എന്ന് ഉറപ്പിക്കുകയാണ്. അതായത് അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്കും അമേരിക്കയുടെ ഈ പെൻറ്റഗണും വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്ന ഇറാന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുകയാണ്. ഖാസിം സോലമേനിയെ വധിച്ചപ്പോൾ അമേരിക്ക ആർത്തട്ടഹസിച്ചു. അന്ന് നിങ്ങൾക്ക് മരണം വിധിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇറാനിൽ നടന്നൊരു വലിയ നിശബ്ദ പ്രക്ഷോഭമുണ്ട്. ആ കാട്ടുതീ ഇതുവരെയും ഉണങ്ങിയിട്ടില്ല. സദ്ദാം ഹുസൈനെയും മുഅമ്മർ ഗദ്ദാഫിയെയും ഖാസിം സോലമേനിയെയും ഏറ്റവും ഒടുവിൽ ആയത്തുള്ള അലി ഖമനേയിയെയും വധിച്ചതുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ സാമ്രാജ്യത്വ ശക്തിയും അമേരിക്കയുടെ എച്ചിൽ നക്കുന്ന ഇസ്രയേലും നേടിയെടുത്തു എന്ന് വിചാരിച്ചാൽ അപ്പാടെ തെറ്റിയിരിക്കുകയാണ്.